2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നോനച്ചാൽ തോട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ചെമ്മീൻസ് വാട്ടർ അതോറിറ്റിക്ക് സമീപമുള്ള നോനച്ചാൽ തോട് കയ്യേറ്റം നടത്തിയതുകൊണ്ട് പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണെന്നും ഈ തോട് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്ത്. മുൻ കൗൺസിലർ കയ്യേറിയത് മൂലമാണ് പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുന്നതെന്നാണ് ആക്ഷേപം. കോർപ്പറേഷൻ അധികാരികളും താലൂക്ക് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വലിയ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാരും STPI ഭാരവാഹികളും പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നിരന്തരം അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കുന്നില്ലെന്നും ഇവർ ആക്ഷേപം ഉന്നയിച്ചു. മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം വീടുകളിലേക്കും മറ്റും വെള്ളം കയറി വലിയ ദുരിതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു തോടാണ്, പുറമ്പോക്ക് തോടാണ്. 1888 ഈ പുറമ്പോക്ക് തോടിന്റെ സർവേ നമ്പർ. വില്ലേജ് ഓഫീസിലും BTR രേഖയിലും ഇപ്പോഴും അത് പുറമ്പോക്ക് തോടായിട്ടാണ് തന്നെയാണ് നിലകൊള്ളുന്നത്. നിരവധി തവണയും പല പല അധികാരികളോടും കളക്ടറിൽ പരാതി കൊടുത്തു, RDOക്ക് കൊടുത്തു, തഹസിൽദാറിന് കൊടുത്തു, ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ വരെ കൊടുത്തു. പക്ഷേ നമ്മുടെ ഷൈല തദേവസ് എന്ന് പറയുന്ന ഞങ്ങളുടെ വാർഡിലെ കൗൺസിലറിന് വരെ പോയി സംസാരിച്ച സ്ത്രീകളും ഞങ്ങളുടെ അധികാരി കുറേ പരിശുവാസികളെല്ലാം പോയി സംസാരിച്ചതാണ്. പക്ഷെ ആരും ഇതിൻ്റെ ഒരു നടപടിയും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് ആ തോടിലൂടെയാണ് പരിസരത്ത് മഴക്കാലത്തും മാലിന്യം മലിനജലമൊക്കെ ഒഴുകി പോകുന്ന ഒരു തോടാണ്. ഈ തോട് നേരെ വന്ന് കണക്ട് ചെയ്യണത് നമ്മുടെ രാമേശ്വരം കനാലിലാണ്. ഇവിടെ കഴിച്ചിട്ടുള്ള രാമേശ്വരം കനാലിലേക്കാണ് ഇതൊന്ന് കണക്ട് ആകുന്നത്. ഇത് ബ്ലോക്ക് ചെയ്ത് നികത്തിയെടുത്ത് സ്വന്തം സ്ഥലത്തിനോട് ചേർത്ത് അദ്ദേഹം മതിൽ കെട്ടി കളഞ്ഞേക്കാണ്. VJ ഹൈസം എന്ന് പറഞ്ഞ മുൻ കൗൺസിലറാണ് പുള്ളി, പനയപ്പള്ളിയിലെ മുൻ കൗൺസിലറാണ്. ഇദ്ദേഹം ഇപ്പൊ കൗൺസിലറൊന്നുമല്ല, ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ആ പ്രദേശത്ത് താമസിക്കുന്നതാണ്. ഇദ്ദേഹമാണ് ഈ ഭൂമി കൈകാര്യക്കുന്നത്. VJ ഹൈസം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് രാഷ്ട്രീയ പിന്തുണയുണ്ട്. രാഷ്ട്രീയ പിന്തുണ ഉള്ളതുകൊണ്ടാണ്, CPM-ന്റെ രാഷ്ട്രീയ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുൻ മേയറിനോട് സംസാരിച്ചായിരുന്നു, അനിൽകുമാറിനോട് മേയറിനോട് സംസാരിച്ചായിരുന്നു. മേയർ പറഞ്ഞത് നമുക്ക് അടുത്ത കൗൺസിലിൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം 1 മാസത്തോളം അടുക്കാറായി, ഇതുവരെയും യാതൊരു നടപടി എടുത്തിട്ടില്ല. കോർപ്പറേഷൻ സെക്രട്ടറിനെ പോയി കണ്ടു, കുടുംബങ്ങളെല്ലാം കൂടിയാണ് പോയി കണ്ടത്. 20 കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ്. മലിനജലം ഉൾപ്പെടെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പലവിധ ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും ഈ പരിസരത്ത് വ്യാപകമാണെന്നും ഇവർ പറഞ്ഞു. ഈ വിഷയത്തിൽ അധികാരികൾ പരിഹാരം കണ്ടില്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനസമൂഹത്തെ തെരുവിലേക്കിറക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും STPI ഭാരവാഹികളും പ്രദേശവാസികളും പറഞ്ഞു. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന, അതായത് തോപ്പുംപടി ചെമ്മീൻസ് വാട്ടർ അതോറിറ്റിക്ക് സമീപമുള്ള നോനച്ചാൽ തോട് എന്ന് പറയുന്ന ഒരു തോട് വർഷങ്ങളായിട്ട് അത് നികത്തി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് അവിടെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഈ തോട് നികത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവിടുത്തെ പരിസരവാസികളും നിരന്തര സാമൂഹ്യ പ്രവർത്തകരും പല അധികാരികളുമായി ബന്ധപ്പെടുകയും അവരോട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാളിതുവരെയായിട്ടും ഇതിനെതിരെ ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ കോർപ്പറേഷനോ അതുപോലെ തന്നെ തഹസിൽദാരോ തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും തികച്ചും ഒരു മനുഷ്യവിരുദ്ധമായ ഒരു വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം പാർട്ടി ഏറ്റെടുക്കുകയും നിരവധി ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ആ തോട് നിലവിൽ പഴയ ആ ഒരു തോടിന്റെ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ അവിടെ ജീവിക്കുന്നവർക്ക് സ്വസ്ഥമായി മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം
മഴ പെയ്ത് കഴിഞ്ഞാൽ മുട്ടോളം വെള്ളത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ അവരെ കുട്ടികളെയും സ്കൂളിലാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് ജീവിത കാര്യത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സബ് കളക്ടറുമായി ബന്ധപ്പെട്ട് മിനിയാന്ന് അപ്പോൾ മാഡം പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നാണ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി ഏതറ്റം വരെയും ഈ പ്രദേശവാസികളുടെ ഈ ദുരിതമാറ്റുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് പാർട്ടി കൊച്ചി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ നവാസ് കല്ലറക്കൽ, റിനി സാമുവൽ, മിനി ഫിലിക്സ്, റോഷ്നി റദീം, കുഞ്ഞുമോൾ സ്റ്റീഫൻ, PA മനാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.